വീഡിയോയിൽ ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള ധാരാളം പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പീസ് ആപ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എൻ്റെ കയ്യിൽ ആകെ ഈ 2 പീസ് ആപ്പിൾ സെറ്റ് ആവുമായിരിക്കും. ആക്ച്വലി ഇത് പോസിബിൾ ആവുന്നത് ലാസിക് എന്ന് പറയുന്ന ഒരു ലേസർ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ്. ഇത് എൻ്റെ കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള കോർണിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ലേസിക് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ഈ കോർണിയയുടെ ഏറ്റവും പുറമേയുള്ള ഈ ലെയർ ഇങ്ങനെ വട്ടത്തിലൊരു ഫ്ലാപ്പ് ഇടും. ഫ്ലാപ്പ് ഇടുന്നത് ലേസർ ഉപയോഗിച്ചാണ്. എൻ്റെ കയ്യിൽ ലേസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പീലർ വെച്ചിട്ട് കാണിക്കാം. ഇതുപോലെ ഏറ്റവും പുറമേയുള്ള ലെയർ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ആക്കും. ഇതാണ് എൻ്റെ ഏറ്റവും പുറമേയുള്ള എപ്പിത്തീലിയം. എന്നിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ മടക്കി വെക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർവേച്ചർ ഉണ്ടല്ലോ, ഈ ഒരു കർവേച്ചറിൽ നമ്മളൊരു ചേഞ്ച് വരുത്തും. സോ ആ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ലേസർ ഉപയോഗിച്ചിട്ട് ലെയറിൻ്റെ മുകളിലേക്ക് ലേസർ ഹിറ്റ് ചെയ്യും. ലേസർ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ടിഷ്യൂസ് എല്ലാം അബ്ലേറ്റ് ആയി പോകും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോർണിയയുടെ തിക്നെസ് കുറയും. സോ തിക്നെസ് കുറയുമ്പോൾ ഈ ടോട്ടൽ കർവേച്ചർ ചേഞ്ച് ആവും. അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ കണ്ണടയുടെ പവർ ഈ ഒരു കർവേച്ചറിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ലേസർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കാണിക്കാം. ഗൈസ്, എൻ്റെ കയ്യിൽ ബ്ലേഡും ഇല്ല, എൻ്റെ കയ്യിൽ ഒരു കത്തി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കത്തി യൂസ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഭാഗം അബ്ലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചു. അതുപോലെ ഇങ്ങനെ കുറച്ചെടുത്തു. അപ്പോൾ എൻ്റെ കോർണിയയുടെ കട്ടി കുറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഫ്ലാപ്പിനെ തിരിച്ച് അതേ ഇവിടെ പ്ലേസ് ചെയ്യും. എൻ്റെ കോർണിയയുടെ സെൻറ്റർ ഭാഗം, അത് നമ്മൾ മയോപ്പിക് ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗമായിരിക്കും അബ്ലേറ്റ് ചെയ്യുക. ഇനി ഹൈപ്പറോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പെരിഫറിയിലായിരിക്കും അബ്ലേറ്റ് ചെയ്യുക. ആദ്യമുള്ള കർവേച്ചറിൽ നിന്നും ഇത് ചേഞ്ച് ആയി. സോ ഈ ഒരു കർവേച്ചർ ചേഞ്ച് ആണ് കണ്ണട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബാൻഡേഡ് കോൺടാക്ട് ലെൻസ് ഒരു 3-4 ദിവസത്തേക്ക് ഈ ഒരു ഫ്ലാപ്പ് ഒന്ന് തിരിച്ച് അതേപടി സെറ്റ് ആയിക്കോളും. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ലാസിക് പ്രൊസീജിയർ കഴിഞ്ഞു. സോ ഇതുപോലെ കറുവായിരുന്ന എൻ്റെ കോർണിയനെ ഞാനൊരു ലേസർ ഉപയോഗിച്ച് സെൻറ്റർ ഭാഗത്ത് കുറച്ച് അബ്ലേറ്റ് ആക്കിയിട്ട് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കി ഈ ഫ്ലാപ്പ് തിരിച്ചു വെച്ചു. അപ്പോൾ അവിടെ കർവേച്ചർ ചേഞ്ച് ആയി. ലാസിക് തന്നെ ഫ്ലാപ്പ് വിത്ത് ഫ്ലാപ്പിലും ചെയ്യാം, ഫ്ലാപ്പ് ഇല്ലാതെയും ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ലാസിക്കിനെ പറ്റി ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് ലാസിക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ സെൻഡ് ദ PDF. ഓക്കെ, ബൈ.